നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്നലെ രാത്രി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു നല്ല വർഷം ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ഞാനൊരു മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മധുരം മാത്രമല്ല, കുറച്ച് പുളി കൂടെ ആവാന്ന് വിചാരിച്ചു ആ കൂട്ടത്തിൽ കൂടെ. അതുകൊണ്ടാണ് ഞാനിന്ന് നല്ല പച്ചമാങ്ങ മിഠായി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ പുളിമിഠായി ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ജാൻചേട്ടൻ കഴിക്കുന്ന മിഠായി എന്താണ്, പച്ചമാങ്ങ മിഠായിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിഠായിയുടെ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നാട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള മിഠായിയാണ് നമ്മുടെ കച്ച മാംഗോ ബൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ആ മിഠായി കഴിച്ച് എൻ്റെ മോൻ എപ്പോഴും കഴിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ടേസ്റ്റ് വൈസ് ഒക്കെ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടെക്സ്ചർ വൈസ് അതുപോലെ വന്നിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ നമ്മുടെ ബിഹൈൻഡ് ദ സീനിൽ ഞാൻ കുറച്ച് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫയർ വർക്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അയച്ചിരുന്നത് നമ്മുടെ അഡ്മിൻ ആയിട്ടുള്ള ഗീത ചേച്ചിയാണ്. അപ്പോൾ ഗീത ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ടും സ്നേഹവും ആണ് എന്നെ ഈ 3 വർഷം മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വീണ്ടും കാണാം. ഞാൻ റെസിപ്പീസുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, കുട്ടികൾക്ക് പ്രിയപ്പെട്ട പച്ചമാങ്ങ മിഠായി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പച്ചമാങ്ങ മിഠായി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ്. ഇവിടെ നല്ല മാങ്ങ കിട്ടാറില്ല സാധാരണ, കാരണം ആ സീസൺ ആയി തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മാങ്ങ എടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിഠായി ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് മാക്സിമം പുളിയുള്ള മാങ്ങ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മുറിച്ച് നോക്കാം. ഇതിൻ്റെ വേറൊരു മാങ്ങ ഞാൻ മുറിച്ചപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനും പുളി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളയാം. എന്നിട്ടൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ ഞാൻ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു മാങ്ങ ധാരാളം മതിയാകും. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം മുറിച്ച് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല പൊളിയുണ്ട്. ഓ, അസ്സല് മാങ്ങയായിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ കളറ് നല്ല മൂത്ത മാങ്ങയാണ്, പക്ഷെ നല്ല ചെനച്ച മാങ്ങ നമ്മൾ പറയില്ലേ, ചെനച്ച മാങ്ങയാണെന്നൊന്നുമില്ല കേട്ടോ. ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ ചെനക്കാത്ത മാങ്ങയാണെങ്കിൽ, നല്ല കടും പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. മാക്സിമം നമുക്കിതിൽ നിന്ന് ഇത് വടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ. ചെറുതാക്കി അരിഞ്ഞിടുന്നത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ മാങ്ങ ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒരുമിച്ച് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അരയാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് എപ്പോഴും ഇതൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതാ ഞാൻ മാങ്ങ നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ല നൈസായിട്ടുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. ചായ അരിക്കുന്ന അരിപ്പില്ലേ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതുപോലത്തെ നൈസായിട്ടുള്ള അരിപ്പില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ല മസ്ലിൻ ക്ലോത്ത് എന്ന് പറയില്ലേ, ഒരു തുണിയിലുള്ളിൽ കൂടെ അരിച്ചെടുത്താലും മതി. അതായത് മാക്സിമം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഭാഗം കളയണം. കാരണം വെള്ളം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. നമുക്കൊരു അരിപ്പ് എടുക്കാം. അരിപ്പയിൽ കൂടെ ഈ ജ്യൂസ് അങ്ങ് അരിച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം ഈ പൾപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. വെള്ളമാണ് വേണ്ടത് കേട്ടോ. മാങ്ങയുടെ നല്ല പുളിയുള്ള ജ്യൂസ് മാത്രം മതി. പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതങ്ങ് കളയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് മാങ്ങയുടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം പൾപ്പൊന്നും ഇല്ലാത്ത നല്ല ഫൈനായിട്ടുള്ള ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് നേരം ഒരു വലിയ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കണം. കുറച്ച് പൾപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ ഇങ്ങനെ അടിഞ്ഞ് വരും. ആ അടിഞ്ഞ് താഴെ വരുന്ന പൾപ്പ് എടുക്കണ്ട, മേലെ വരുന്ന ഊറി വരുന്ന വെള്ളം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ്സിലോട്ട് ഇതങ്ങ് ഒഴിച്ച് വെക്കാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ നമ്മളങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഇവിടെ അടിഞ്ഞു കൂടും. അപ്പോൾ അടിഞ്ഞു കൂടുന്ന ഭാഗം എടുക്കണ്ട, മേലത്തെ വെള്ളം മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ജ്യൂസ് ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക.
അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് വാരീസ് കേട്ടോ. ഒരുപാട് മധുരമുള്ള മിഠായി ഇഷ്ടമുള്ളവരുണ്ടാവും, അതേസമയം മീഡിയം മധുരമുള്ള മിഠായി ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ഒരു മീഡിയം മധുരമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 10 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ഒക്കെ പിടിക്കും. ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. എപ്പോഴും കണ്ടിന്യൂസ് ആയി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇതിലത്തെ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തീ കൂട്ടി വെക്കാം. ഞാനിപ്പോൾ മീഡിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതങ്ങ് നന്നായിട്ട് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവട്ടെ കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാൻ. ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയുടെ ജ്യൂസിൽ അതിലുണ്ടായിരുന്ന പൾപ്പ് ഈ താഴത്തെ ഭാഗത്ത് അടിഞ്ഞു കൂടിയതുണ്ടാവും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. മേലത്തെ ഈ പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ പ്യുവർ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറേ നേരം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് താഴത്തെ ഭാഗം അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ ഗ്ലാസ്സിലത്തെ മേലത്തെ ജ്യൂസ് മാത്രം ഒരു ഗ്ലാസ്സിലോട്ട് പകർത്താം. ഒരു 3/4 ഗ്ലാസ് പ്യുവർ ജ്യൂസ് ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ വാട്ടർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്കിന്ന് മതിയാവും. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് മിഠായി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12-13 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ പഞ്ചസാര. ഒരു നുള്ള് മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു നുള്ള് മാത്രം ഇടാൻ പാടില്ല കേട്ടോ, ഒരുപാട് ഇടാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പത വരാൻ തുടങ്ങുന്ന സമയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിൽ കുറച്ച് സമയം ഇട്ട് അത് കുക്കായി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് ആ ശരിക്കും എന്താ പറയുക ഷുഗറൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് നല്ല കറക്റ്റായിട്ടുള്ള നമ്മുടെ മിഠായി പരുവത്തിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ പച്ചമാങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് പച്ചമാങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഞാൻ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ, ടെമ്പറേച്ചർ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കളറും അതുപോലെ തന്നെ മാംഗോ എസൻസും ആണ്. അത് രണ്ടും നിർബന്ധമില്ല. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ മിഠായിയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു കാഴ്ചയിലൊരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറും അതുപോലെ തന്നെ ഫ്ലേവറിങ് ഏജൻറ്റും ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ മാംഗോ എസൻസ് ആണ് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലോട്ട് നമുക്ക് മാംഗോ എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാംഗോ എസൻസ് ഒഴിക്കുമ്പോൾ ഒരു മഞ്ഞ കളർ വരും, സാരമില്ല. പക്ഷേ നമ്മളൊരു പച്ച കളറും കൂടി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ തന്നെ ഗ്രീൻ കളറാണ്. അതിപ്പോൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അതും അതിലോട്ട് നമുക്ക് ഒരു 2 ഡ്രോപ്പോളം പച്ച കളർ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു നിർബന്ധമില്ല കളർ വേണമെന്നുള്ള കാര്യം. കളറില്ലാണ്ട് നമുക്ക് മിഠായി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പച്ച കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇതിൽ കിടന്ന് വറ്റി എന്താ പറയുക നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും. അതുവരെ നമ്മൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ മേലെ കാണുന്ന പത പോലത്തെ ഭാഗമില്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണത്. നമ്മളിപ്പോൾ ജാം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, ഈ പത വരുമ്പോൾ ആ പതയുടെ ഭാഗം മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മിഠായിൽ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇതിൽ പുളിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയ്ക്ക് പുളിയില്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെറുനാരങ്ങ നീര് ചേർക്കാൻ പറ്റുന്നു. പക്ഷേ ചെറുനാരങ്ങ നീര് നമുക്ക് ചേർക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ, ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവില്ല, അതായത് കട്ടിയാവില്ല പഞ്ചസാരയ്ക്ക്. അപ്പോൾ നമ്മളുടെ ഈ മിഠായിക്ക് ഒരു ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് ലെമൺ ജ്യൂസ് ഇതിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സിട്രിക് ആസിഡിൻ്റെ പൗഡറൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം. അപ്പോൾ മാക്സിമം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് അതിന് ഏറ്റവും നല്ല സംഭവം. കാരണം ഹോം മെയ്ഡ് ആകുമ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പം ആദ്യമേ തന്നെ ഈ പച്ചമാങ്ങയുടെ ജ്യൂസ് ഒഴിച്ചിട്ട് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ടും എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. ഇത് നല്ല പതഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ആ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി പരുവായിട്ടില്ല. വൺ സ്ട്രിങ് പോരാ, അതിനേക്കാളും കൂടുതലും കുറച്ചും കൂടെ തിക്കാവുമ്പോഴാണ് ആ ശരിക്കും സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് സമയം എടുക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. 10-20 മിനിറ്റ് എടുക്കും നമുക്ക് നമ്മുടെ മിഠായി റെഡി ആയി വരാൻ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നന്നായിട്ട് പതഞ്ഞ് വരും ആ സമയത്ത്. എന്നിട്ട് നമുക്ക് ഇച്ചിരി എടുത്തിട്ട് കയ്യിലൊന്ന് പിടിച്ച് നോക്കണം. ചൂടുണ്ട്, ശ്രദ്ധിക്കുക. എന്നിട്ട് നിൽക്കണില്ല, ചൂട് കാണിച്ചുതരാം നിങ്ങൾക്ക്. കൺസിസ്റ്റൻസി എവിടെയാണ് കാണിച്ചുതരാം ഞാൻ. എന്നാലൊരു ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി. ഈ സംഭവം എടുക്കുമ്പോൾ ഇത് കണ്ട ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കയ്യിൽ. അതാണ് അതിൻ്റെ പരുവം കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കീസിൻ്റെ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ലോലിപോപ്പ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബാമ്പു സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അത് വയ്ക്കാം. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നാട്ടിലത്തെ നല്ല ഇറുക്കിലി ആയാലും മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എടുക്കാം, എന്നിട്ട് ഇതിന് മേലെ കൂടെ അങ്ങ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഷേപ്പൊക്കെ അത്ര കറക്റ്റ് ആവില്ല, എന്നാലും ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡാണ്. നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റിൻ്റെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞി പാത്രം, എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ ചെറിയ ഷേപ്പുള്ള എന്തെങ്കിലും ഒഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് അങ്ങ് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. ചെറിയ നമ്മളെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ മിഠായി പോലെ പല ഷേപ്സിൽ നമുക്ക് മോൾഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് സിലിക്കോൺ മോൾഡാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അലുമിനിയം ഫോയിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഷേപ്സ് നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ഒരു ഇച്ചിരി തണുത്തതിന് ശേഷം നമുക്ക് ക്ലിംഗ് റാപ്പിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് മിഠായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൊത്തത്തിൽ ഞാനിതങ്ങ് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സംഭവത്തിന് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിഠായിയുടെ പോലെ നമ്മളിതിൽ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. മോൾഡിലുള്ളതും അത് ഇതുപോലെയുള്ളതും. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, ഇന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മോൾഡിലുള്ളത് എന്തായാലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരെണ്ണം വെറുതെ ഒരു ക്ലിംഗ് റാപ്പിൽ കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ മിഠായി പോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ മോൾഡോ അല്ലെങ്കിൽ ഇതുപോലെ മിഠായിയുടെ കോലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലിംഗ് റാപ്പിൽ കുറച്ച് ഒരു ടീസ്പൂൺ ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സാധാരണ കിട്ടുന്ന മിഠായി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് നല്ല ഇച്ചിരി ചൂടാറിയതിന് ശേഷം മാത്രം ക്ലിംഗ് റാപ്പിൽ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടെന്ന് അങ്ങ് ഉരുകി പോവും. ഇതെല്ലാം നമുക്ക് സെറ്റായതിനു ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മിഠായി സെറ്റായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മോൾഡിലുള്ളത് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. ഇത് ഞാനിവിടെ പുറത്തുതന്നെ വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ, സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. ഇറുക്കിൽ വെച്ചിട്ട് സ്റ്റീൽ പ്ലേറ്റിലും വെക്കാം. ഈ ഷേപ്പ് കിട്ടണം, ലോലിപോപ്പ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ബട്ടർ പേപ്പറിൽ ചെയ്ത് നോക്കി. പക്ഷേ ബട്ടർ പേപ്പറിൽ ചെയ്തപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കുമ്പോൾ ബട്ടർ പേപ്പറും കൂടെ പോരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അലുമിനിയം ഫോയിലിൽ വെച്ചത് കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ എടുക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഞാനത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് നോക്കിയതാണ്. ഇത് ചെറുത് ബാക്കി ഉണ്ടായിരുന്നു ഒഴിച്ചു കൊടുത്തതാണ്. ചെറുതാക്കി ഇട്ടാൽ മതി, അത് നല്ലത്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഞാൻ മിഠായി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നല്ല സെറ്റായിട്ടുണ്ട്. ശരിക്കും നല്ല മിഠായിയുടെ പോലെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ഞാനിത് നാല് ലോലിപോപ്പാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നിന്നുള്ളതും നോക്കാം. മോൾഡിലുള്ളത് സെറ്റായി ഒന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ മോൾഡിൽ നമുക്ക് എടുക്കാം. അടിപൊളി, എന്ത് ഭംഗിയാ നോക്കൂ. മോളിലുള്ളതും അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിഠായി പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനും. ശരിക്കും ഒരു കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഷേപ്പായിരുന്നു മോൾഡിന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് മോൾഡാണോ അതിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് കാണിച്ച ഈ അളവ് വെച്ചിട്ട് ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മോൾഡിൽ വെച്ചിട്ട് ഇത്ര മിഠായി കിട്ടിയിട്ടുണ്ട്. ഒരു 4 ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ മിഠായി. ഇത്രയാണ് ഒരു ചെറിയ അളവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ട്രയലായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിറയെ മിഠായി എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കണ്ടേ ആദ്യം തന്നെ. എനിക്ക് ഈ മധുരം വലിയ താല്പര്യമില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കഴിച്ച് നോക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പെർഫെക്റ്റ് ടേസ്റ്റിനൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ പോലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ലൈറ്റ് കടന്നു പോകണ ട്രാൻസ്പാരന്റ് ആണ്. നന്നായിട്ട് ഒന്നാമതായിട്ട് നന്നായിട്ടുണ്ടെന്നാൽ പറയാൻ പറ്റുള്ളൂ.
നന്നായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമേ ഞാൻ വീഡിയോ ഇടുള്ളൂ. നന്നാവാത്ത സാധനം വീഡിയോ ഞാൻ ഇടാറില്ല. താങ്ക് യു ടാ ഫോർ യുവർ കൈൻഡ് ടൈം. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ടാറ്റ ബൈ ബൈ. Happy New Year! Happy New Year! Happy New Year! Happy New Year! Tu, Abi, Amma, Acha, Happy New Year! ഹാപ്പി ന്യൂ ഇയർ. അവിടെ പൊട്ടണം.